ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ വിജയം ഉറപ്പ്. ഞാനിനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിങ്ങളത് നിങ്ങളുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ തയ്യാറാകുന്നു എങ്കിൽ വിജയം ഉറപ്പ്. എന്താണ് ആ 3 കാര്യങ്ങൾ? 1, പെട്ടെന്ന് മാനസാന്തരപ്പെടുക. ക്വിക്ക് ടു റിപ്പൻറ്റ്. പെട്ടെന്ന് മാനസാന്തരപ്പെടുക. 2, പെട്ടെന്ന് ക്ഷമിക്കുക. ക്വിക്ക് ടു ഫോർഗീവ്. പെട്ടെന്ന് ക്ഷമിക്കുക. 3, പെട്ടെന്ന് സ്നേഹിക്കുക. ക്വിക്ക് ടു ലവ്. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ് എങ്കിൽ വിജയം ഉറപ്പ്. വിജയം ഉറപ്പ്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. റോമാലേഖനം 8-ാമത്തെ അധ്യായം പൂർണ്ണ ജയത്തിൻ്റെ അധ്യായമാകുന്നു. 6-ാമത്തെ അധ്യായം വിക്ടറി ചാപ്റ്ററാണ്, ജയത്തിൻ്റെ അധ്യായമാണ്. 7-ാമത്തെ അധ്യായം ചാപ്റ്റർ ഓഫ് ഡിഫീറ്റ്, പരാജയത്തിൻ്റെ അധ്യായമാണ് 7-ാമത്തെ അധ്യായം. എന്നാൽ 8-ാമത്തെ അധ്യായം, റോമാലേഖനം 8-ാമത്തെ അധ്യായം പൂർണ്ണ ജയത്തിൻ്റെ അധ്യായമാകുന്നു. അവിടെ സ്നേഹവും പൂർണ്ണ ജയവും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമല്ലേ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എന്തിലൊക്കെയും ആകുന്നു എന്ന് ചില കാര്യങ്ങൾ 35-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം പ്രാപിക്കുവാൻ വേണ്ടിയാണ് യേശു നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതകരമാകുന്ന വഴികളാണ് ഞാൻ ആരംഭത്തിൽ പരാമർശിച്ചത്. പെട്ടെന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുക. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇതൊരു യാത്രയാണല്ലോ. നിങ്ങളിൽ ചിലർ രക്ഷിക്കപ്പെട്ടിട്ട് 1 വർഷമേ ആയി കാണത്തുള്ളൂ, മറ്റു ചിലർ 10 വർഷമായി കാണും. ഞാൻ യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ട് 32 വർഷം കഴിഞ്ഞിരിക്കുന്നു. 32 വർഷമായിട്ടുള്ളൊരു യാത്രയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ സമയത്ത് തന്നെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് ഹൃദയപൂർവ്വം ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. യേശു നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് അവിടുന്ന് നിങ്ങളുടെ ആത്മാവിനെ പുതിയ സൃഷ്ടിയാക്കി ഈ സൗജന്യമാകുന്ന രക്ഷ നിങ്ങൾക്ക് നൽകിത്തരും. 32 വർഷങ്ങൾക്ക് മുന്നമേയാണ് യേശുവുമായി അടുത്ത ഒരു ബന്ധത്തിൽ എത്തിച്ചേർന്നത്. അതൊരു യാത്രയായിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലൂടെയുള്ള വളർച്ചകൾ ലഭിച്ചു. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. എന്നാൽ ഇപ്പോഴും ജീവിതത്തിൽ തെറ്റുകൾ വരും. ഒരു ദിവസം കർത്താവേ, ഇന്നത്തെ ദിവസം സൂക്ഷിക്കണമേ, തെറ്റുകളൊന്നുമില്ലാതെ ജീവിക്കുവാൻ സഹായിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ തീരുമാനത്തിൽ തെറ്റിപ്പോകും, ചിലപ്പോൾ സംസാരത്തിൽ തെറ്റിപ്പോകും. അങ്ങനെ തെറ്റുകൾ വരുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുക. ഒരു വ്യക്തിയുമായിട്ടൊരു ആശയവിനിമയം നടത്തി, ആ ആശയവിനിമയത്തിൽ തെറ്റുകൾ സംഭവിച്ചു. അത് നിർത്തി ആ ഫോൺ
സംസാരം അവസാനിപ്പിച്ചതിന് ശേഷമാണ് മനസ്സിലാകുന്നത്, ഓ തെറ്റിപ്പോയല്ലോ, അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ പെട്ടെന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുക. ഉടൻ തന്നെ ആ വ്യക്തിയെ വിളിച്ച് നമുക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് പറയുവാൻ കഴിയും, അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുവാൻ കഴിയും. പെട്ടെന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുക. മാനസാന്തരം എന്ന് പറയുന്നത് ദിനംതോറും സംഭവിക്കുന്ന കാര്യമാണ്. യേശുവിനെ രക്ഷകനെയും കർത്താവുമായി സ്വീകരിക്കുന്നു, നമ്മൾ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഒരു ദിവസം സംഭവിക്കുന്ന, ഒരു നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണിത്. യേശുവെ, ഞാൻ അങ്ങയെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ, ആമേൻ, യേശുവിനെ രക്ഷകനെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. തന്നിൽ ആശ്രയിക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ലെന്നാണ് ആ വചനത്തിൽ പറയുന്നത്. ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. വാ തുറന്ന് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, പാപിയാകുന്ന എന്നെ രക്ഷിക്കണമേ എന്ന് യേശുവിനോട് പറയുന്ന സന്ദർഭത്തിൽ പാപം ജീവിതത്തിലുണ്ട് എന്ന് പറയുവാൻ തയ്യാറാകുന്നു, ഏറ്റുപറയുവാൻ തയ്യാറാകുന്നു. ആ സന്ദർഭത്തിൽ ഒരു നിമിഷം കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ മനസ്സിനൊരു അന്തരം ഉണ്ടാകുന്നുണ്ട്, ഒരു മാനസാന്തരം അവിടെ ഉണ്ടാകുന്നു. സ്പിരിറ്റിലാണ് രക്ഷ നടപ്പിലാകുന്നത്, നമ്മുടെ ആത്മാവിലാണ് രക്ഷ നടപ്പിലാകുന്നത്. എന്നാൽ മനസ്സിന് അവിടെ ഒരു മാറ്റം ഉണ്ടായതുകൊണ്ടാണല്ലോ യേശുവിനെ നമുക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ കഴിയുന്നത്. അതാണ് അപ്പോസ്തലനാകുന്ന പത്രോസ് തൻ്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, മനസ്സിന് മാറ്റമുണ്ടാകുമ്പോഴാകുന്നു നിങ്ങൾക്ക് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ കഴിയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട്. സുവിശേഷങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീനെന്ന് സ്നാപക യോഹന്നാൻ പ്രസംഗിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് ആരംഭിച്ചത്? യേശു പ്രസംഗിക്കുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ, സുവിശേഷത്താലുള്ള രക്ഷ സ്വായത്തമാക്കണമെങ്കിൽ മനസ്സിനൊരു മാറ്റം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ മനസ്സിനൊരു മാറ്റം ആരംഭിക്കുന്നുണ്ട്, ഒരു മാറ്റം അവിടെ തുടക്കം കുറിക്കുന്നുണ്ട്, മനസ്സിനൊരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായോ? ഇല്ല. മാനസാന്തരം എന്ന് പറയുന്നത് ദിനംതോറും സംഭവിക്കേണ്ട ഒരു കാര്യമാകുന്നു. ഒരിക്കൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മാനസാന്തരം എന്ന് പറയുന്നത് ദിനംതോറും സംഭവിക്കണം. മാനസാന്തരം നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ദിനംതോറും സംഭവിക്കേണ്ട കാര്യമാണ്. ഇന്ന് വരുന്ന തെറ്റുകൾ അത് കണ്ടെത്തി പരിഹരിക്കുവാൻ തയ്യാറാകണം. പെട്ടെന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകണം. വെച്ചുകൊണ്ടിരിക്കരുത്. തെറ്റ് പറ്റി എന്ന് മനസ്സിലാകുമ്പോൾ അത് മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുവാൻ തയ്യാറാകരുത്. എനിക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റിയതിൻ്റെ കാരണക്കാരൻ അവനാകുന്നു, അവൻ മുഖാന്തരമാകുന്നു ഞാനിങ്ങനെ ചെയ്തത്, ഞാനിങ്ങനെ സംസാരിച്ചത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടരുത്. മറ്റൊരാളിൻ്റെ മേൽ ബ്ലെയിം ചെയ്ത്, മറ്റൊരാളിൻ്റെ മേൽ അത് വച്ചിട്ട് അവിടെ മാനസാന്തരപ്പെടാതെ രക്ഷപ്പെടരുത്, ഓടിപ്പോകരുത്. മറ്റാരെയും കുറിച്ച് ആ പരാജയത്തിൽ പരാമർശിക്കാതെ, മറ്റുള്ളവരുടെ ചില കാര്യങ്ങൾ, അവർ ചെയ്ത ചില പ്രവർത്തികൾ കൊണ്ടോ അവർ സംസാരിച്ച കാര്യങ്ങൾ കൊണ്ടോ ആയിരിക്കാം നിങ്ങൾ അങ്ങനെ പ്രതികരിച്ചത്. എന്നാൽ നിങ്ങൾ ചെയ്തതിൻ്റെ ഉടമസ്ഥൻ നിങ്ങൾ തന്നെയാകുന്നു എന്ന് സമ്മതിച്ച് മാനസാന്തരപ്പെടുവാൻ, അവിടെ തെറ്റ് സമ്മതിക്കുവാൻ, മനസ്സിന് മാറ്റം വരുത്തുവാൻ തയ്യാറാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്നു. അവിടെയാണ് മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. മാനസാന്തരത്തിന് വ്യത്യസ്തമാകുന്ന കാര്യങ്ങളുണ്ട്.
ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ പോവുകയാണെങ്കിൽ സക്കായിക്ക് മാനസാന്തരം ഉണ്ടാകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു എരിഹോവിൽ വന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ടാക്സ് കളക്ടർ ഉണ്ടായിരുന്നു, ചുങ്കക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് യേശുവിനെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ടായി. അയാൾ നീളം കുറഞ്ഞ മനുഷ്യനായിരുന്നതുകൊണ്ട് അടുത്തുള്ള ഒരു അത്തിമരത്തിൽ കയറി അദ്ദേഹം യേശുവിനെ കാണുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു കാട്ടത്തിമേൽ കയറിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് യേശുവിനെ കാണുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ 5-ാം വാക്യത്തിൽ അവന് ആ സ്ഥലത്തെത്തിയപ്പോൾ, യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായിയുടെ ഹൃദയത്തിലെ ആ ആഗ്രഹം കണ്ട് യേശു അവനെ വിളിക്കുകയാണ്. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ഇവിടെ ഒരു വിമർശനം ഉയരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിന് വിരോധമായൊരു വിമർശനം ഉയരുകയാണ്. സക്കായി പാപിയാണ്. പാപിയായ സക്കായി പെട്ടെന്ന് മനസാന്തരം ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. 8-ാം വാക്യത്തിൽ സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറയുന്നു. സക്കായിയോടെ പറയുകയാണ്, 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് സക്കായി പറയുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ വസ്തുവകയിൽ പകുതി കൊടുക്കുക, 20% വരെ യഹൂദന്മാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ തിരികെ കൊടുക്കുകയോ ഏതെങ്കിലും നിലയിലുള്ള പരിഹാരങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അവനുള്ള സമ്പത്തിൻ്റെ 20% വരെ കൊടുക്കാം. ഒരു വസ്തുവകയിൽ 20% വരെ കൊടുക്കാം. അതിൽ കൂടുതൽ കൊടുക്കുന്നത് അപകടകരമാകുന്നു, ഡേഞ്ചറസ് ആകുന്നു എന്നാണ് യഹൂദന്മാരുടെ ഇടയിലെ പഠിപ്പിക്കൽ. ഇവിടെ സക്കായി പറയുന്നത് 20 ഞാൻ പകുതി കൊടുക്കുകയാണ്, എനിക്കുള്ള വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുകയാണ്. ഈ പ്രവൃത്തി കൊണ്ടൊരിക്കലും തൻ്റെ ജീവിതത്തിൽ രക്ഷ ലഭിക്കുകയില്ല, ഉറപ്പ്. പക്ഷേ തനിക്കുണ്ടായ മനസ്സിനുണ്ടായ മാറ്റം, യേശു വന്നപ്പോൾ ഉണ്ടായ ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് നല്ല പ്രവൃത്തികൾ തന്നിലൂടെ പുറപ്പെടുന്നു. ഇവിടെ ഈ മനുഷ്യൻ ഇതാ പെട്ടെന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്നു. ഒരു കാര്യവും വെച്ചുകൊണ്ടിരിക്കുന്നില്ല, പെട്ടെന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്നു. അത്ഭുതകരം. അതേ സമീപനം സ്വീകരിക്കുവാൻ തയ്യാറാകണം. മാനസാന്തരപ്പെടാതിരിക്കുന്ന വ്യക്തി എൻ്റെ കുറ്റമല്ല, ഇവനാണ് കുറ്റക്കാരൻ. തെറ്റ് സംഭവിച്ചിട്ടും അത് കണ്ടെത്തി പരിഹരിക്കുവാൻ തയ്യാറാകാത്ത വ്യക്തി, മാനസാന്തരപ്പെടാൻ തയ്യാറാകാത്ത വ്യക്തി, ആ വ്യക്തിയിൽ എന്താണ് മുന്തി നിൽക്കുന്നത്? നിഗളം, പ്രൈഡ്. എന്നാൽ മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്ന വ്യക്തിയിൽ എന്താണ് വെളിപ്പെടുന്നത്? താഴ്മ. ഹൃദയകാഠിന്യം എന്ന് പറയുന്നത് നിഗളത്തിൻ്റെ അടയാളവും താഴ്മ, ആമേൻ, മാനസാന്തരം എന്ന് പറയുന്നത് താഴ്മയുടെ അടയാളവുമാകുന്നു. നിങ്ങൾ പെട്ടെന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്ന വ്യക്തിയാകുന്നു എങ്കിൽ നിങ്ങളിൽ വെളിപ്പെടുന്നത് താഴ്മയാകുന്നു. വാ, അങ്ങനെയുള്ളവർ ജീവിത വിജയം പ്രാപിച്ചിരിക്കും. ഉറപ്പ്, നിങ്ങൾ ജീവിത വിജയം പ്രാപിച്ചിരിക്കും. നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പെട്ടെന്ന് മാനസാന്തരപ്പെടുക. മറ്റൊന്ന്, പെട്ടെന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകുക. ജീവിത വിജയം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, എല്ലാ മേഖലയിലും നിങ്ങൾ പൂർണ്ണ ജയാളികളായി തീരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ 3 കാര്യങ്ങൾ: പെട്ടെന്ന് മാനസാന്തരപ്പെടുക, പെട്ടെന്ന് ക്ഷമിക്കുക, പെട്ടെന്ന് സ്നേഹിക്കുക, പെട്ടെന്ന് ക്ഷമിക്കുക. ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ബന്ധങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നമ്മളെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് വിരോധമായി ആളുകൾ പ്രവർത്തിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു വ്യക്തി ക്രിസ്തുവിൽ വളരുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ക്ഷമിക്കാൻ തയ്യാറാകും, വെച്ചുകൊണ്ടിരിക്കുകയില്ല. ഇൻസ്റ്റൻറ്റ് ഫോർഗീവ്നെസ്, സഡൻ ഫോർഗീവ്നെസ്, പെട്ടെന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകും. ക്വിക്ക് ടു ഫോർഗീവ്, പെട്ടെന്ന് ക്ഷമിക്കുവാനുള്ള ആ പ്രാപ്തി അവർക്ക് ലഭിക്കുകയാണ്. ദീർഘമായി ക്ഷമിക്കുകയും
അപ്പോൾ ആരംഭ സമയങ്ങളിലൊക്കെ നമ്മൾ വിശകലനം നടത്തും. അവൻ എന്നോട് അങ്ങനെ ചെയ്തു, അവൾ എന്നോട് അങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ പ്രതികരിച്ചു, ഇങ്ങനെ വിശകലനമൊക്കെ നടത്തി ചിലപ്പോൾ 1-2 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ക്ഷമിക്കാനുള്ള പ്രാപ്തി ലഭിക്കുന്നത്. അവിടെ നിന്ന് ദൈവം നമ്മളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പൊടുന്നനവേ ക്ഷമിക്കുവാൻ, പെട്ടെന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന നിലവാരത്തിലേക്ക്, ആ ഒരു പക്വതയിലേക്ക്, ആ മാച്യൂരിറ്റിയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവാകുന്ന യേശു ക്രൂശിൽ വെച്ച് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അല്പം മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ക്ഷമിക്കുവാൻ യേശു വൈകിപ്പിക്കുകയായിരുന്നുവെങ്കിൽ യേശു അവിടുന്ന് പരമയാഗമായി തീരുമായിരുന്നു. അവരോട് ക്ഷമിക്കുവാനുള്ള സമയം ലഭിക്കുകയില്ലായിരുന്നു. ക്രൂശിൽ എല്ലാ പീഡനങ്ങളും അനുഭവിച്ച് ആയിരിക്കുന്ന സന്ദർഭത്തിൽ സമയം ഒട്ടും വൈകിപ്പിക്കാതെ ആദ്യം കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നത്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം. യേശു ക്രൂശിലായിരുന്നപ്പോൾ 7 തിരുവായ്മൊഴികളുണ്ട്. ആ 7 തിരുവായ്മൊഴികളുടെ ആരംഭം എന്ന് പറയുന്നത് ക്ഷമയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഒട്ടും വൈകിപ്പിച്ചില്ല കർത്താവ്, ഒട്ടും വൈകിപ്പിച്ചില്ല. ക്രൂശിലായിരിക്കുമ്പോൾ ആദ്യമായിട്ട് കർത്താവ് ക്ഷമയെ പുറപ്പെടുവിക്കുകയാണ്. വാ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ആ സ്വഭാവം തന്നെ നമ്മൾ സ്വീകരിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനടി ക്ഷമിക്കുന്ന ഒരു പ്രകൃതം വളർത്തിയെടുക്കണം. തുടക്കത്തിലൊന്നും അത് സംഭവിച്ചെന്ന് വരില്ല. 32 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി ക്രിസ്തീയ വളർച്ചയ്ക്ക് വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുന്ന സന്ദർഭത്തിൽ എങ്ങാണ്ട് ക്ഷമിക്കാൻ കഴിയുമോ? ഇല്ലില്ല. വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമായിരുന്നു. അപ്പോൾ മാനസാന്തരമെന്ന് പറയുന്നത് അതിന് സമയമെടുക്കും. പല മേഖലകളിലൂടെ കടത്തിവിട്ട് അവിടെയൊക്കെ യേശുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടരുത്, യേശുവിനെ എനിക്ക് വേണം, യേശുവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുകയുള്ളൂ, യേശുവില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ള ആ നിലപാടുള്ള വ്യക്തികളെ രൂപാന്തരീകരണത്തിന് വിധേയമാക്കി എവിടെ എത്തിക്കും? പെട്ടെന്ന് ക്ഷമിക്കുവാൻ കഴിയുന്ന മനസ്സുള്ളവരാക്കി കർത്താവ് അവരെ മാറ്റും. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പറയുന്നത്, നാണമില്ലാതെ ക്ഷമ ചോദിക്കണം. അത് ഒരു ഹിപ്പോക്രസി അല്ല. ഹൃദയത്തിൽ നിന്ന് ചോദിക്കാത്ത, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഉയരാത്ത ക്ഷമയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ നാണമില്ലാതെ എവിടെ വെച്ചും ആരോടും ക്ഷമ ചോദിക്കുവാൻ ഉള്ള മനസ്സ് കർത്താവ് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ വെച്ചിപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എനിക്ക് ചില നാളുകൾക്ക് മുന്നമേ അങ്ങനെ ഉണ്ടായി. ഒരു വ്യക്തിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ വ്യക്തി കയർത്തു, ഞാനും കയർത്തു. പക്ഷെ അല്പസമയം പെട്ടെന്ന് എനിക്ക് ചില മിനിറ്റുകൾക്കുള്ളിൽ പെട്ടെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി, ഞാൻ അദ്ദേഹത്തെ പോലെ അല്ലല്ലോ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ പൈതലല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ക്ഷമ ചോദിച്ചു. പെട്ടെന്ന് ഞാൻ മാനസാന്തരപ്പെടുവാൻ തയ്യാറായി. പെട്ടെന്ന് ഞാൻ ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുവാൻ തയ്യാറായി. വച്ചുകൊണ്ടിരിക്കരുത്. പലരും ക്ഷമിക്കാതെ അവരുടെ ഹൃദയത്തിൽ അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ ദീർഘനാളുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പലവിധമാകുന്ന രോഗങ്ങളും അവരെ ആക്രമിക്കുന്നത്. മനസ്സിൻ്റെ സമാധാനം കെട്ടുപോകുന്നു. വാശി, വൈരാഗ്യം, മുറുമുറുപ്പ്, നീരസം, പ്രതികാരവാഞ്ച, ഇങ്ങനെയൊക്കെയുള്ള തിന്മ നിറഞ്ഞ വികാരങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി അവർ തീരുകയാണ്. പകരം ഇന്ന് തന്നെ ക്ഷമിക്കാനുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ കാര്യങ്ങളിൽ തീരുമാനത്തിൽ എത്തിച്ചേരണം. ഇത് നിങ്ങൾക്കൊരു വിജയം കർത്താവ് നൽകി തരുവാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പലരുടെയും വിജയം തടസ്സപ്പെട്ട് കിടക്കുന്നത് ഇവിടെയാണ്. മനസ്സിൻ്റെ മേഖലയിൽ അവർക്ക് പല കാര്യങ്ങളിലും പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നതിനാൽ അവരുടെ വിജയങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. പരിഹരിക്കണം. ഇന്ന് തന്നെ ക്ഷമിക്കുവാൻ തയ്യാറാകണം. എല്ലാവരോടും ക്ഷമിക്കണം. അതിനുശേഷം കർത്താവിനോട് പറയണം, കർത്താവേ,
പെട്ടെന്ന് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് നൽകി തരണമേ. നാണമില്ലാതെ ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് നൽകി തരണമേ. ഭാര്യയോട് ക്ഷമ ചോദിക്കണമെങ്കിൽ നാണമില്ലാതെ ക്ഷമ ചോദിക്കുക. എൻ്റെ ഭാര്യയാണല്ലോ അവിടെ മുമ്പിൽ എനിക്കെങ്ങനെ ക്ഷമ ചോദിക്കാൻ കഴിയുന്നത്? ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം പോകണം. ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ആദ്യം പറഞ്ഞതുപോലെ മാനസാന്തരപ്പെടുവാൻ തയ്യാറാകാതെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന ഒരു വ്യക്തിയിൽ വെളിപ്പെടുന്നത് പ്രൈഡാണ്, നിഗളമാണ്. മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയിൽ വെളിപ്പെടുന്നത് താഴ്മയാണ്. അതേപോലെ തന്നെ ക്ഷമിക്കാൻ തയ്യാറാകാത്തൊരു വ്യക്തി, വാശി വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ വെളിപ്പെടുന്നത് പ്രൈഡാണ്, നിഗളമാണ്. എന്നാൽ മനഃപൂർവ്വം ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി, പെട്ടെന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നൊരു വ്യക്തി, നാണമില്ലാതെ ക്ഷമിക്കുവാൻ തയ്യാറാകുന്നൊരു വ്യക്തി, ആ വ്യക്തി വെളിപ്പെടുത്തുന്നത് താഴ്മയാണ്. അസാധാരണമാകുന്ന താഴ്മയാണ് വെളിപ്പെടുത്തുന്നത്. വിധേയപ്പെടുത്തി കൊടുക്കുക. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ഒരു സ്വർഗീയ സ്പർശനമുണ്ടാകട്ടെ. ക്ഷമയുടെ ഒരു അഭിഷേകം തന്നെ വെളിപ്പെടട്ടെ. ഈ ലോകത്തിലെ മനുഷ്യരാരും ക്ഷമിക്കുകയില്ല, ലോകത്തിലുള്ളവർ ക്ഷമിക്കുകയില്ല. ഇന്ത്യക്ക് പാകിസ്ഥാനോട് ക്ഷമിക്കാൻ കഴിയുമോ? പാകിസ്ഥാൻ ഇന്ത്യയോട് ക്ഷമിക്കാൻ കഴിയുമോ? ഇസ്രായേലിന് ഇറാനോട് ക്ഷമിക്കാൻ കഴിയുമോ? ഹമാസിനോട് ക്ഷമിക്കാൻ കഴിയുമോ? ഹമാസിന് ഇസ്രായേലിനോട് ക്ഷമിക്കാൻ കഴിയുമോ? ഇറാന് ഇസ്രായേലിനോട് ക്ഷമിക്കാൻ കഴിയുമോ? ഉക്രൈന് റഷ്യയോട് ക്ഷമിക്കാൻ കഴിയുമോ? റഷ്യക്ക് ഉക്രൈനോട് ക്ഷമിക്കാൻ കഴിയുമോ? പ്രതികാരം ചെയ്യുന്നൊരു ലോകമാണ് ഈ ലോകം എന്ന് പറയുന്നത്. അടിച്ചാൽ തിരിച്ചടിച്ചിരിക്കും, വെട്ടിയാൽ തിരിച്ചു വെട്ടിയിരിക്കും. എല്ലാ മേഖലയിലും കടുത്ത അൺഫോർഗീവ്നെസ് ഈ ലോകത്തിൽ മനുഷ്യരെ ഗ്രസിച്ചിരിക്കുകയാണ്. അതിൻ്റെ നടുവിലാണ് ക്രിസ്തു സമാനത വെളിപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മിൽ പെട്ടെന്ന് ക്ഷമിക്കാനുള്ള പ്രകൃതത്തെ വളർത്തിയെടുക്കണം. കർത്താവിനോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ ആ നിലയിൽ മാറ്റുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ക്വിക്ക് ടു ഫോർഗീവ്. ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ ജീവിത വിജയം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പൂർണ്ണജയം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്വിക്ക് ടു ലവ്. സ്നേഹിക്കുവാൻ, പെട്ടെന്ന് സ്നേഹിക്കുവാൻ തയ്യാറാകുക. ഒരു വ്യക്തി നമ്മളെ ഉപദ്രവിച്ചു, പെട്ടെന്ന് സ്നേഹിക്കുവാൻ തയ്യാറാകുക. പെട്ടെന്ന് ക്ഷമിക്കുക മാത്രമല്ല, ക്ഷമിച്ച വ്യക്തിയെ പെട്ടെന്ന് സ്നേഹിക്കുവാൻ തയ്യാറാകുക. ആദരവോട്, ബഹുമാനത്തോടുകൂടെ ആ വ്യക്തിയോട് സ്നേഹത്തോടുകൂടെ ഇടപെടുവാൻ തയ്യാറാകുക. വിശ്വാസ വീരന്മാരുണ്ട്. അഭിഷേകത്തിൻ്റെ ശക്തി വളരെ ഉയർന്ന അളവിൽ വെളിപ്പെടുത്തുന്ന അഭിഷക്തന്മാരുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ കൃപാവരങ്ങൾ, നിങ്ങളിൽ വെളിപ്പെടുന്ന എല്ലാവിധമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിശേഷമാകുന്ന കൃപകളും, ഇതിൻ്റെ എല്ലാം ആധാരം എന്താണ്? സ്നേഹം. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് ശക്തമാകുന്ന അഭിഷേകമുണ്ട്, വചനം എനിക്ക് മനഃപ്പാഠം അറിയാം, ഞാൻ 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപവസിക്കുന്നു, 7 ദിവസവും ഉപവസിക്കുന്നു, 40 ദിവസവും ഉപവസിക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? സ്നേഹം. സ്നേഹമില്ലാതെ നീ ഉപവസിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. സ്നേഹമില്ലാതെ നിനക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. സ്നേഹമില്ലാതെ വിശ്വാസം പ്രവൃത്തിയിൽ വരത്തില്ല. കാരണം ഈ ബന്ധത്തിൻ്റെ ആധാരമെന്ന് പറയുന്നതിൻ്റെ യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹം പുറപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ കൃപ നമുക്ക് ലഭിക്കില്ല. ദൈവസ്നേഹം പുറപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് വിശ്വാസം ലഭിക്കത്തില്ല, രക്ഷ ലഭിക്കത്തില്ല. സ്നേഹമെന്ന് പറയുന്നതിൻ്റെ പരിണിതഫലമായിട്ടാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിണിതഫലമായിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. എങ്ങനെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതിൻ്റെ എല്ലാം ആധാരമെന്ന് പറയുന്നത് സ്നേഹമാകുന്നു. ആ സ്നേഹം നമ്മൾ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ഒരു പ്രത്യേകതയുള്ളവരായി തീരണം. ക്വിക്ക് ടു ലവ്. ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ പെട്ടെന്ന് സ്നേഹിക്കുവാൻ തയ്യാറാകുക. വെറുപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചിലർ നമുക്ക്
മുന്നിൽ ചെയ്തെന്നിരിക്കാം, നമ്മളോട് ചിലപ്പോൾ ആ നിലയിൽ ആ നിലവാരത്തിൽ സംസാരിച്ചെന്നിരിക്കാം, ബുദ്ധിമുട്ട് കൊണ്ടുവരുന്ന പല കാര്യങ്ങളും സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ നമ്മൾ പെട്ടെന്ന് സ്നേഹിക്കുവാൻ മനസ്സുള്ളവരായി തീരണം. സഹപ്രവർത്തകർ, ഇപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, കർത്താവേ, ഞാനിപ്പോഴും മനുഷ്യനാണല്ലോ, ഇപ്പോഴും എനിക്ക് ആ വ്യക്തിയെ ആ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ആ മേഖലയിൽ എനിക്ക് പെട്ടെന്ന് മാനസാന്തരം തരണമേ, പെട്ടെന്ന് എനിക്ക് ആ വ്യക്തിയെ സ്നേഹിക്കുവാൻ കഴിയണമേ. അതിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവന്നു. അത്ഭുതകരം. അപ്പോൾ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. പെട്ടെന്ന് സ്നേഹിക്കുവാൻ, നമ്മളെ വെറുപ്പിക്കുന്നൊരു കാര്യം ഒരാൾ പുറപ്പെടുവിക്കുമ്പോൾ തന്നെ അവിടെ കറക്ഷൻ ആവശ്യമാണ്, പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ സ്നേഹത്തിന് കുറവ് വരരുത്. പെട്ടെന്ന് സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഒരത്ഭുത ജീവിത വിജയം, പൂർണ്ണ ജയം, ഇതിലൊക്കെയും നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നൊരു പൂർണ്ണ ജയം കർത്താവ് നൽകി തരുന്നു. പെട്ടെന്ന് മാനസാന്തരപ്പെടുക, പെട്ടെന്ന് ക്ഷമിക്കുക, പെട്ടെന്ന് സ്നേഹിക്കുക. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട കാര്യങ്ങൾ അതേപോലെ നടപ്പിലാക്കുവാൻ ഒരഭിഷേകത്തെ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കണമേ. പെട്ടെന്ന് മാനസാന്തരപ്പെടുവാൻ, പെട്ടെന്ന് ക്ഷമിക്കുവാൻ, പെട്ടെന്ന് കർത്താവെ സ്നേഹിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക്, ആ ഒരു പക്വതയിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ബ്ലെസ്സിങ്ങിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഒരു അത്ഭുത ബ്ലെസ്സിങ്ങിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് മഹാത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ബിസിനസ്സിൽ തകർന്നവർ വിടുവിക്കപ്പെടട്ടെ. ജോലിയില്ലാത്തവർക്ക് കർത്താവ് വഴികളെ തുറന്നു കൊടുക്കണമേ. അത്ഭുതങ്ങൾ 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 സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ആമേൻ. ഈ എപ്പിസോഡ് നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മറ്റുള്ളവരുമായിട്ട് ഇത് പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.